ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ചെടി ടൊറേനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നാട്ടിൻ പ്രദേശത്തൊക്കെ കാക്കപ്പൂവെന്നും കൂടി വിളിക്കും. ചില ഭാഗത്തൊക്കെ കാക്കപ്പൂവെന്ന് ഇതറിയപ്പെടും. ഇതിൻ്റെ ശരിക്കുള്ള പേര് ടൊറേനിയ എന്നാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം വലിയ കെയറിങ് ഒന്നും വേണ്ട ഈ ഒരു ചെടിക്ക്. അല്ലാണ്ട് തന്നെ നന്നായി വളർന്നു വരുന്ന ഒരു ചെടീന് നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കളായി ഈ ചെടി നല്ല വട്ടം വീശി വളർന്നു വരും. നല്ല ഭംഗിന് ഇത് നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ കാണാനായിട്ട്. പിന്നെ കുറച്ച് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടി നനവുള്ള മണ്ണെന്ന് വെച്ചാൽ ഇത് നന്നായി വളർന്നു വരും. ചെളിയായിട്ടുള്ള മണ്ണല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഈർപ്പം നിൽക്കുന്ന മണ്ണായിരിക്കണം, നനവുള്ള മണ്ണായിരിക്കണം. അപ്പോൾ ഇത് നന്നായി വളരുന്ന ഒരു ചെടിയും കൂടിന്. ഇത് ഒരുപാട് കളറിൽ നമുക്ക് കാണാൻ പറ്റും. കുറേ കളറുണ്ട് ഇത്. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഡബിൾ ഷെയ്ഡായി ഉണ്ടായി നിൽക്കണ് കാണാനായിട്ട് നല്ല ഭംഗിന് കാണാനായിട്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം നമ്മൾ കെയറിങ് ഒന്നും കൊടുക്കണ്ട ഈ ഒരു ചെടിക്ക്. ഇത് നന്നായി വളർന്നു വരും. അല്ലാണ്ട് തന്നെ ഒരുപാട് വള ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട ഈ ഒരു ചെടിക്ക്. പിന്നെ ഇത് കുറ്റിച്ചെടിയായി വളരുന്നതുണ്ട്, പടരുന്ന ഇതിൽ വളരുന്നതുണ്ട്, വള്ളിച്ചെടിയായി പോണതുണ്ട്. ടൊറേനിയ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. കുറ്റിച്ചെടിയായി വളരുന്നത് ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വരുള്ളൂ കേട്ടോ. ഇത് ചെറിയ കൊച്ചു ചെടികളായി വട്ടം വീശി വളർന്ന് വരുന്ന ചെടികളാണ് ഈ ടൊറേനിയയുടെ ചെടി. ചില ചെടികൾ നമ്മൾക്ക് ഇങ്ങനെ ഹാങ്ങിങ്സൊക്കെ ആയിട്ട് പടർത്തിയെടുക്കാൻ പറ്റും, വള്ളിച്ചെടികളായിട്ട്. അങ്ങനെ രണ്ട് തരത്തിൽ ഇത് കാണാൻ പറ്റും. പിന്നെ ഏത് സാഹചര്യത്തിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. എത്ര മഴയായാലും വെയിലായാലും അതേപോലെ ഷെയ്ഡായാലും ഒക്കെ ഇത് നമുക്ക് വളർത്താൻ പറ്റും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സീസണൽ ഫ്ലവർ ഒന്നല്ല. ഇതിലെപ്പോഴും നമുക്ക് പൂക്കൾ ഉണ്ടാവും. ഇത് നമ്മൾ നല്ല ഇതിൽ വളർത്താന്ന് വെച്ചാൽ ഇല കാണാത്ത പോലെ ഇതിൽ ഈ കൊച്ചു കൊച്ചു പൂക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ തോട്ടത്തിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും പൂക്കൾ കാണാൻ പറ്റും നമുക്ക് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരു തൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം ഇതിൻ്റെ തൈകൾ നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ പൊട്ടിമുളച്ച് പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം മഴക്കാലം വന്നപ്പോഴേ ഇതിൻ്റെ ഇലകളൊക്കെ തന്നെയാണ് പുഴു തിന്നണ്. പുഴുക്കേടല്ല ഇത്, മറ്റേ പുൽച്ചാടിയില്ലേ, പച്ചക്കുതിര എന്നൊക്കെ പറയുന്നത്. ആ പുൽച്ചാടി വന്ന് ഇതിൻ്റെ തളിരലയൊക്കെ അതേ ഇപ്പം തിന്നണതാണ് മഴ വന്നപ്പോൾ. അല്ലെങ്കിൽ യാതൊരു അസുഖങ്ങളില്ലാത്തൊരു ചെടിയും കൂടിയാണ് ഈ ടൊറേനിയ ചെടി. പുഴുക്കേട അല്ലെങ്കിൽ വേറെ ഇല മഞ്ഞളിപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല ഇവിടെ. ഇപ്പോൾ ഈ ചെടി കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതിൻ്റെ വിത്തുകളാണ് ഈ കാണുന്നത്. ചെറിയ മൊട്ട് പോലത്തെ വിത്തുകൾ കണ്ട, ഇത് ഉണങ്ങി നിൽക്കുന്നതാണ്. ഈ വിത്തുകൾ തനിയെ ഉണങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ കൊഴിയും, താഴേക്ക് കൊഴിഞ്ഞ് വീണ് ഇതിൻ്റെ തൈകൾ തന്നെ മുളച്ച് വരും. കുറേ തൈകൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് തന്നെ മുളയ്ക്കും. നമ്മളിത് മുളപ്പിച്ചെടുക്കൊന്നും വേണ്ട. കണ്ട ഈ മുട്ട് പോലത്തെ വിത്തിൻ്റെ ഉള്ളിൽ കണ്ട തരിതരിന്നനെ കണ്ണ് കുഞ്ഞി കുഞ്ഞി സീഡുകൾ. ഇത് തനിയെ മുളച്ച് ഇതിൻ്റെ തൈകൾ നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ടൊറേനിയ ചെടി നമ്മൾ താഴെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെടിച്ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് കുറേശ്ശെ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഒരു 15 ദിവസം കൂടുമ്പോഴേ ഒരു ചെറിയ സ്പൂൺ എല്ലുപൊടി ഇതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിറയെ പൂക്കൾ വരും. താഴെ വെച്ചിരിക്കുന്ന വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ താഴെ ഇഷ്ടംപോലെ വളം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനുണ്ടാവും. അപ്പോൾ അത് തനിയെ വളർന്ന് വന്നോളൂ. ചെടിച്ചട്ടിയിലാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണ വളം മാത്രമല്ലേ ഇതിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെടിച്ചട്ടിയിൽ ഏത് ചെടി വെച്ചാലും പ്രത്യേകം വളം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ ആ ചെടി നല്ല കരുത്തോടും ഇതിലൊക്കെ വളർന്നു വന്ന് പൂക്കൾ ഉണ്ടാവുള്ളൂ. കണ്ട ഇതിപ്പോൾ നോക്കിയേ, ഇവിടെ താഴെ സൈഡിലൊക്കെ നിറയെ തൈകൾ മുളച്ചിരിക്കുന്നു. എൻ്റെ തോട്ടത്തിൽ എവിടെ നോക്കിയാലും ഈ ടൊറേനിയര തൈകളാണ്. ഇതൊക്കെ കണ്ട, ഇത് നമ്മൾ നട്ട് കൊടുത്തതൊന്നല്ല, തന്നെ ഇത് മുളച്ച് വരുന്ന തൈകളാണ്. ഇനി ഇത് അവിടെ തന്നെ നിന്നിട്ട് ഇത് പൂവിടും.
അത്രയ്ക്കധികം തൈകൾ ഇവിടെ അതേ മുളച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത ഇതിൻ്റെ ഉള്ളിലൊക്കെ ടൊറേനിയര തൈകൾ മുളച്ച് വന്ന് അവിടെ തന്നെ നിന്ന് ഇത് പൂവിടും. ഈ ചെടി നമ്മൾ PVC പൈപ്പൊക്കെ വെച്ചിട്ട് ടവർ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി ആ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടുണ്ടല്ലോ, അധികം ഉയരൊന്നും വെക്കാണ്ട് നല്ല ബുഷിയായി വളരുന്ന പൂക്കണ ചെടി ആയതുകൊണ്ട് അങ്ങനെ ടവർ സെറ്റ് ചെയ്തിട്ട് അതിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മുന്നേ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ, ടവറിൽ സെറ്റ് ചെയ്ത്. എൻ്റെ കയ്യിലിപ്പോൾ ഈ ടൊറേനിയര പ്ലാന്റ് ഒരു 3-4 കളറുണ്ട് കേട്ടോ. വൈറ്റ്, പിങ്ക്, പർപ്പിള്, മജന്ത, അങ്ങനെ കുറച്ച് കളറുണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഒരുപാട് കളറിൽ ഇത് കാണാൻ പറ്റും. ഒരു 7 കളറാണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഈ ടൊറേനിയര പൂക്കൾ. ഇതിങ്ങനെ ഒരുപാടുണ്ടായി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണിത്. അധികം വലിയ കെയറിങ്ങൊന്നും വേണ്ടല്ലോ നമുക്ക്. അപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമുള്ളൊരു ചെടിയും കൂടിയിട്ടാണ് ഈ ടൊറേനിയ പ്ലാന്റ്സ്. എപ്പോഴും നമ്മൾ നമ്മുടെ തോട്ടത്തിൽ അധികം കെയറിങ് ഒന്നും കൊടുക്കാണ്ട് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ സെലക്ട് ചെയ്ത് നടുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം വലിയ ഇതൊന്നും അതിന് കൊടുക്കുകയും വേണ്ട. എന്നാൽ നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും പൂക്കൾ നമുക്ക് കാണാനും പറ്റും. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന വെച്ചാലേ. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ചെടികൾ ഇനി തോട്ടത്തിന് കൂടുതൽ ഭംഗിയും കൊടുക്കുക. അധികം ഉയരത്തിൽ പൂവാണ്ട് കുറ്റിച്ചെടിയായി വളർന്ന് നിറയെ പൂക്കൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ തോട്ടം കാണാനൊരു പ്രത്യേക ഭംഗിയനീന് ഇങ്ങനത്തെ ചെടികളാവും. ടൊറേനിയര ഈ ചെടി വർഷങ്ങളായിട്ട് ഞാൻ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ചെടീനെ കുറിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം കേട്ടോ.